ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. സോ എല്ലാവരും നാട്ടിലെ ക്രിസ്മസ് ഒക്കെ അടിപൊളിയായി ആഘോഷിച്ചു എന്ന് കരുതുന്നു. സോ നമുക്ക് ഇന്നിവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ 25th ഇന്നാണ് നമ്മുടെ ഇവിടെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ട്രീ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി ട്രീ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഐക്കിന്ന് വാങ്ങിയ ട്രീ ആണ്. നല്ല പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ, നമ്മൾ ക്രിസ്മസ് നമുക്കിവിടെ ലഞ്ച് ഉണ്ട്. സോ നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് ലഞ്ചിനായിട്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡൊക്കെ ഇന്നലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പിങ്സ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ ആദ്യം കണ്ടിട്ട് വരൂ കേട്ടോ. സോ കണ്ടല്ലോ, നമ്മുടെ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ചെറിയ ലഞ്ചാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. ലഞ്ചിനായിട്ട് നമുക്ക് ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് വരുന്നത്. പക്ഷെ ഒരു ഫണി ലഞ്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. എല്ലാവരും കൂടെ ഒരു ചെറിയൊരു ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ലഞ്ചിൻ്റെ മെനു എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് ഉണ്ടാക്കാൻ, എനിക്കറിയില്ല എല്ലാം ഉണ്ടാക്കി തീരുമെന്ന്. പാൽക്കപ്പ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ തൊട്ടേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പാൽക്കപ്പ ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഒരു മിനിറ്റ്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു ഡിഷ് എന്ന് പറയുന്നത് അപ്പം. ബെസ്റ്റാണല്ലോ, എന്തായാലും ക്രിസ്മസിന് മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പത്തിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പെപ്പർ ചിക്കൻ ആണ് ആക്ച്വലി. സോ പെപ്പർ ചിക്കൻ ഞാൻ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഇടുന്നുണ്ട്. പിന്നെ പിന്നെ സൈഡായിട്ട് പറയുന്നത് ചോറാണ്. ചോറിൻ്റെ കൂടെ തന്നെ നമ്മൾ മോരുകറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ വെജിറ്റേറിയൻ എന്തെങ്കിലും ഒരു സൈഡ് ഉണ്ടാക്കും, മിക്കവാറും അച്ചിങ്ങയോ പയറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ ഫിഷ് കിട്ടുകയാണെങ്കിൽ ഒരു ഫിഷ് കറി ഞാൻ പറഞ്ഞല്ലോ പാൽക്കപ്പയുടെ കൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ദിവ്യ കുറച്ച് പ്രോൺസിൻ്റെ ഐറ്റംസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രൈസ് ഒക്കെ ദിവ്യ കൊണ്ടുവരാമെന്ന് പറഞ്ഞു, ചിക്കൻ ഫ്രൈ അങ്ങനെയുള്ളതെല്ലാം അത് അവർ കൊണ്ടുവരും. പിന്നെ നമ്മുടെ സൈഡിൽ നിന്ന് ബീഫ് കിട്ടുകയാണെങ്കിൽ നല്ല ഒരു പെപ്പർ കിട്ടിയിട്ടുള്ള, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വരട്ടിയിട്ടുള്ള, പറയുമ്പോൾ തന്നെ കൊതി വരാം, അങ്ങനത്തെ ഒരു ബീഫ് കിട്ടുമെന്ന് നോക്കണം. പക്ഷെ അറിയില്ല, ഇത് കിട്ടുന്ന അനുസരിച്ചിരിക്കും കേട്ടോ. ആക്ച്വലി സാധനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും ഈ മെനുവിൻ്റെ മാറ്റങ്ങളൊക്കെ വരാം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ടൈം അനുസരിച്ചിരിക്കും. അപ്പം നമുക്ക് എന്തായാലും പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഫുൾ റെസിപ്പീസ് ഞാനിങ്ങനെ ബ്ലോഗിൽ ആഡ് ചെയ്യില്ല, ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെന്താണ്, ബാക്കി ഒരു ഓവറോൾ നമ്മുടെ ക്രിസ്മസ് ഡേയുടെ ഒരു കുഞ്ഞി വ്ളോഗാണ്. പറ്റുവാണെങ്കിൽ ഒരു വ്ളോഗിൽ തീർക്കാൻ നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡിവൈഡ് ചെയ്തെടുക്കേണ്ടി വരും. പാട്ടും ഒക്കെ വരും, കാരണം നമുക്ക് അറിയില്ല ഇത് എത്രത്തോളം പോകും എന്നുള്ളത്. എന്തായാലും ഷോർട്ടാക്കി എടുക്കാൻ ഞാൻ ശ്രമിക്കാം. ഫസ്റ്റ് നമുക്ക് അപ്പത്തിൻ്റെ പരിപാടി തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റെസിപ്പി ആയിട്ടല്ല കാണിക്കണേ, പക്ഷേ ഓവറോൾ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ ഞാനിത് അപ്പത്തിൻ്റെ പൊടിയുണ്ട്. അപ്പോൾ ഇത് കപ്പി കാച്ചെടുക്കണം. പിന്നെ ആസ് യൂഷ്വൽ തേങ്ങ ആഡ് ചെയ്യും നമ്മൾ. കുറച്ച് ഈസ്റ്റും കൂടി ഇടും, കാരണം നമുക്ക് ഇവിടെ പൊന്തി വരാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് വെതറിൻ്റെ കണ്ടീഷൻസ് ഉള്ള കാരണം. അപ്പോൾ ഈ അപ്പത്തിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അതിൻ്റെ റെസിപ്പി വീഡിയോ ആക്ച്വലി നമ്മുടെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്, ഷോർട്സിൽ എന്തോ ഇട്ടിട്ടുണ്ട് നമ്മൾ ആ വീഡിയോ. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. പിന്നെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. അപ്പം ഇതാണ് ഒരു മെയിൻ കോഴ്സ്. അപ്പോൾ ഫസ്റ്റ് പരിപാടി അപ്പത്തിന് പൊന്താൻ വെക്കണം. പിന്നെ അതുപോലെ ചോറ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനാണ് ഞാനിവിടെ കുക്കറിനകത്ത് ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ചോറ് എടുക്കും നമ്മൾ. ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഓവൻ്റെ താഴെ ലൈറ്റ് ഇട്ടിട്ട് വെക്കണം, കാരണം -10 ഒക്കെയാണ്. അപ്പം നോർമൽ ടെമ്പറേച്ചറിൽ അത് പൊന്തി വരില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അപ്പത്തിൻ്റെ പൊടി എടുക്കാം കേട്ടോ. ഇതെനിക്ക് തെറ്റിപ്പോയത്, ഇതിനകത്ത് കപ്പി കാച്ചൊന്നും വേണ്ട, ഇത് പറയുന്നത് ഈസിയാണെന്നാണ്. അപ്പം നമുക്ക് ഒത്തിരി വേണ്ട, കാരണം നമ്മൾ കുറേ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് മതി, പക്ഷേ എണ്ണം നമ്മൾ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇതിനകത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പത്തിലേക്ക് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ തേങ്ങയുണ്ട്. അപ്പോൾ ഈ കുറച്ചൊന്ന് തിക്നെസ് കുറച്ചെടുത്ത ശേഷം നമുക്ക് തേങ്ങയും ചൂടുവെള്ളവും ഒരു പൊടിക്ക് പഞ്ചസാരയും ഈസ്റ്റും ഉപ്പും ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങ് പൊന്തിക്കോളും. പിന്നെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പണികൾ ചെയ്യാമല്ലോ. അപ്പം നമ്മൾ അരച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പത്തിൻ്റെ പരിപാടി ഏകദേശം കൺസിസ്റ്റൻസിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ദൈവത്തിനെ വിളിച്ച് വെക്കാം, പൊന്തി വരുമോ ഇല്ലയോ എന്നുള്ളത്. ഒരു പൊടിക്ക് ഈസ്റ്റും കൂടി ഇട്ടിട്ട് ഞാനിതിനെ താഴേക്ക് വയ്ക്കാം. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി നമുക്കെന്നുള്ളത് കട്ടിങ് ആണ്. നമുക്ക് കുറേ സവാള വേണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പേസ്റ്റാക്കി വയ്ക്കുക. പച്ചമുളക്, കാരണം നമ്മൾ നോൺ വെജിറ്റേറിയൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമില്ലല്ലേ. അപ്പം അങ്ങനെ ഓരോന്നോരോന്ന് സെക്ഷൻ ബൈ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം പണി എളുപ്പമായിരിക്കും. അടുക്കള നല്ല മെസ്സായിട്ടാണ് കിടക്കണേ. അത് വേറെ ഒന്നും ഉണ്ടല്ലോ, നമുക്ക് സ്പേസ് കുറവാണ്. അപ്പോൾ ഉള്ള സ്പേസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായ കൺസ്ട്രെയിൻസ് ഉണ്ട്, കുറച്ച് സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വൃത്തിയാക്കുമല്ലോ വീട്. ഇതിപ്പോൾ തലേന്നാണ് വീട് വൃത്തിയാക്കാൻ നമ്മൾ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ആ പരിപാടികളൊക്കെ തുടങ്ങാം.
അപ്പോൾ ഇത് ഞാൻ താഴേക്ക് വെക്കുകയാണ് കേട്ടോ. ഇതിന് ഞാനിനി ഓവനിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ട്, അത് നമ്മൾ തണുപ്പ് രാജ്യങ്ങളിൽ ഇപ്പോൾ അരി അരയ്ക്കുകയാണെങ്കിലും അതുപോലെ അപ്പത്തിനൊക്കെ അരയ്ക്കുകയാണെങ്കിലും ഇത് പൊന്തി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ഈ ലൈറ്റ് ഓൺ ആക്കിയിട്ടിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. കണ്ടല്ലോ, അപ്പം നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മുടെ ഒനിയൻസ് റെഡിയായി, വെളുത്തുള്ളി നല്ല വലിയ വെളുത്തുള്ളിയല്ല, അത് റെഡിയാക്കി വെച്ചു, ഇഞ്ചി റെഡിയാക്കി വെച്ചു, അതേ പച്ചമുളക് റെഡിയാക്കി വെച്ചു, പിന്നെ നമ്മുടെ ചെറുള്ളി ഇവിടെ ഇച്ചിരി വലിയ ഇതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ചെറുള്ളി പോലെയല്ല, കുറച്ചുകൂടെ വലുതായിരിക്കും. ഇതാണ് ചെറുള്ളിയുടെ സൈസ്. അപ്പോൾ അത് റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ എന്താ, നമുക്ക് മീറ്റ് കൊണ്ടുവരും. ധനു ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുറച്ച് പണിയുണ്ട്. ക്ലീൻ ആക്കിയിട്ട് ഒരുവിധം കട്ട് ചെയ്ത് ക്ലീൻ ആയതാവും കൊണ്ടുവരാം, ജസ്റ്റ് വാഷ് ചെയ്തെടുത്താൽ മതി. മീൻ കൊണ്ടുവരാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് ഈ പരിപാടി തീരുവാണ്. അപ്പം കഴിയും, ക്ലീനിങ് എല്ലാം കഴിയും. ക്ലീനിങ് തുടങ്ങണം. പിന്നെ കുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു ഇതാവും. റെസിപ്പീസ് എടുക്കുമ്പോൾ ഞാൻ എന്തായാലും ഷോർട്സ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതേ, ഇനി നമുക്കൊരു കുഞ്ഞി ബ്രേക്ക് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അതേ, ഞാൻ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിയുടെ ഈ സാധനം എടുക്കാൻ പാടില്ലെന്ന് എനിക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. നമുക്കറിയില്ലല്ലോ ഇത്, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഇടുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇൻഫീൽ ഒരിക്കൽ ഞങ്ങൾ ബിരിയാണി എന്താ വെച്ചപ്പോൾ ബിബിൻ പറഞ്ഞു ഇത് ഇടില്ല എന്ന്. പിള്ളേർക്കൊക്കെ ഭയങ്കര ജ്ഞാനമാണ് കുക്കിങ്ങിലെന്ന് ഞാൻ ഒന്നാണ് തിരിച്ചറിഞ്ഞത്. അപ്പോൾ അതിന് ശേഷം ഇത് ഇടാറില്ല കേട്ടോ, ഇതെടുത്ത് കളയാറുണ്ട്. പിന്നെ റെഡ് ഓനിയൻസിൻ്റെ ഭയങ്കര സ്ട്രോങ് ആണ് അതിൻ്റെ ഇത്, കണ്ണ് നല്ല രീതിയിൽ നീറുന്നുണ്ട്. പക്ഷേ അരി തന്നെ ചോപ്പർ ഒരെണ്ണം വാങ്ങണം എനിക്ക്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പണി ഈസി ആവുമല്ലോ. പിന്നെ നമ്മൾ ഈ മീൽ പ്രിപ്പയർ ചെയ്യണം കണ്ടിട്ട് ആരും ഇത് ചീത്തയാവില്ലെന്നൊന്നും കരുതലൊന്നും. നമുക്ക് നല്ല ടെമ്പറേച്ചർ, നല്ല ചൂടില്ലല്ലോ, അപ്പോൾ എല്ലാം ഇരിക്കും. പിന്നെ ഞാനിപ്പോൾ ഒന്നും ഉണ്ടാക്കുന്നില്ല ആക്ച്വലി. നമ്മൾ ബേസിക്കലി ഈ സാധനം എല്ലാം നമ്മൾ അരിഞ്ഞ് വെക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പണി കുറയുമല്ലോ. നമ്മൾ വലിയ പ്രോ ഷെഫ് ഒന്നുമല്ല, നമുക്ക് ടൈം എടുക്കും. വിച്ച് ഇസ് ഓക്കെ. എല്ലാവരും അടിപൊളിയായിട്ട് ഇങ്ങനെ എല്ലാവരും മറ്റേ വീണാസ് കറിവേളിലെ വീണ ചേച്ചിയെ പോലെ കുക്ക് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളൊന്നും പിടിച്ചാൽ കിട്ടില്ലല്ലോ. നമ്മളെപ്പോലെയുള്ള പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ടൈം എടുത്ത് ചെയ്യാം ഉണ്ടാക്കുന്നത്. അതുപോലെ ക്വാണ്ടിറ്റി ഞാൻ ഭയങ്കര കുറവാട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഐറ്റംസ് കൂടുമ്പോൾ 4 പേരേ ഉള്ളൂ, നമ്മുടെ 2 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അധികം കുറേ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല, നമ്മൾ തന്നെ കഴിക്കണമല്ലോ. ഓൾറെഡി വണ്ണം വെച്ച് വരികയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ കഴിഞ്ഞിട്ട് എല്ലാവരും പറയുന്നതല്ല ന്യൂ ഇയർ ആയിട്ട് വേണം നന്നാവാന്നുള്ളൊരു തീരുമാനത്തിലാണ്. ഈ ജിമ്മിലൊക്കെ ഒന്നും കൂടെ ആക്റ്റീവായി പോകണം. സുംബ ക്ലാസ്സസിനൊക്കെ എൻറോൾ ചെയ്യണം. എൻ്റെ വീഡിയോൻ്റെ ലെങ്ത് എത്രത്തോളം കൂടുന്നു എനിക്കറിയില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഗോപ്രോ യൂസ് ചെയ്യുന്നത്. ഗോപ്രോ നമ്മൾ അൺബോക്സ് ചെയ്ത വീഡിയോ ഇടാം. എന്തായാലും നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഗിഫ്റ്റ്സൊക്കെ കിട്ടി. പിന്നെ അതുപോലെ എനിക്കൊരു എന്താ പറയുക, നമ്മുടെ പാമ്പറിങ് കിറ്റില്ല, അത് പറഞ്ഞ് എനിക്ക് തന്നായിരുന്നു എൻ്റെ ദിവ്യൊക്കെ. അപ്പോൾ അത് ഭയങ്കര ഉപയോഗമുള്ള സാധനം. ആക്ച്വലി അത് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്ന സാധനം അവർ കണ്ടറിഞ്ഞു കൊണ്ടുവന്ന പോലെ. അപ്പോൾ അത് കിട്ടി. പിന്നെ ഗോപ്രോ കിട്ടി. മോറോവർ ഗിഫ്റ്റ് കിട്ടിയേക്കാൾ കൂടുതൽ നല്ലൊരു ഡേ ആയിരുന്നു. നമുക്ക് അവരെല്ലാവരും വന്നു, നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു നന്നായിട്ട്. കുറച്ച് നമ്മളിങ്ങനെ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരാതെ കിട്ടിയൊരു ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കഥ. അപ്പോൾ ഇൻ ഷോർട്ട് ഞാനിതെല്ലാം പോയിട്ട് ഇനി എടുത്ത് വെക്കട്ടെ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരയ്ക്കണം. അതും കൂടെ അരച്ച് വെക്കണം. അത് കഴിഞ്ഞാൽ മീറ്റ് വന്നിട്ട് നമുക്ക് വ്ളോഗിന് കണ്ടിന്യൂ ചെയ്യണം. മീറ്റ് വന്നാൽ പിന്നെ നമുക്ക് വേഗം എല്ലാം മാരിനേറ്റ് ചെയ്യണം പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അതേ നമ്മളുടെ ഒരു സെക്ഷൻ കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി. ഇതെല്ലാം നമുക്ക് അരിയണം. അപ്പോൾ ഞാൻ മെയിൻ കോഴ്സ് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടായിരുന്നത്. അപ്പോൾ അപ്പത്തിൻ്റെ സെറ്റായി. ഇനി കപ്പ നന്നാക്കണം, അതിന് ധനുഷ് വേണം. പുറത്തുപോയി മീറ്റ് വാങ്ങാൻ പുറത്തുപോയിക്കാണ്. അപ്പോൾ അതെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കപ്പയുടെ പരിപാടി തുടങ്ങുള്ളൂ. ഉള്ളിയെല്ലാം ഞാൻ അരിയും. പിന്നെന്താ, ബീഫ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ നല്ല ബീഫ് കിട്ടുകയാണെങ്കിൽ കേട്ടോ. ഇതെൻ്റെ കുഞ്ഞി ട്രീ ആണ്, ഞാൻ ഷോർട്ട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞൊരു ക്രിസ്മസ് ട്രീ നമ്മൾ സെറ്റ് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് വീട് ക്ലീൻ ചെയ്യാനുണ്ട്. മെയിൻ കുറച്ച് പരിപാടികളുണ്ട് ക്ലീനിങ്ങിന്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പം ഞാൻ ഉള്ളി അരിയുന്നതിന് മുന്നേ കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു എന്താണ് വേറെ വിശേഷങ്ങൾ എല്ലാവരും എന്ന് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുകയാണെന്ന് കരുതുന്നു. എല്ലാവരുടെയും സെലിബ്രേഷൻസൊക്കെ നന്നായി നടക്കണം. വീണ്ടും കോവിഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് കെയർഫുള്ളായിട്ടൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കണം.
പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്കിവിടെ മലയാളി അസോസിയേഷനിലൊരു ക്രിസ്മസ് പരിപാടിയുണ്ട്. അപ്പോൾ അത് 26-നാണ്. അപ്പോൾ ഞാൻ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വ്ളോഗൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും എനിക്ക് അറിയില്ല ഇത് എപ്പോഴും അപ്ലോഡ് ചെയ്യാൻ. എനിക്കിത് ദിവാലിക്ക് പറ്റിയതുപോലെ ദിവാലിക്ക് ഞാൻ ഹോൾ വീഡിയോ എടുത്തതായിരുന്നു, പക്ഷേ ഫുള്ള് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയില്ല, അപ്ലോഡ് ചെയ്തില്ല ടൈമിന്. അപ്പോൾ പിന്നെ എനിക്കത് മടിയായിപ്പോയി. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. 26 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഫ്രീ ആവും, അപ്പോൾ നമുക്ക് എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്കിനി കിച്ചണിലെ പണികളിൽ പോയാൽ അപ്പോൾ ഞാൻ ഈ ഉള്ളിൽ കഴിഞ്ഞ് ഞാനിനി ബാക്കി പ്രിപ്പറേഷൻസ് തുടങ്ങുമ്പോൾ ഞാൻ എന്തായാലും പറയാം കേട്ടോ. സോ നമ്മളിപ്പോൾ മെയിൻ പണിയിലാണ്. ഇപ്പുറത്ത് ഇവിടെ നമ്മുടെ ബീഫ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബീഫിൻ്റെ ഷോർട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, ഷോർട്സിൽ എന്തായാലും റെസിപ്പി ഇടാം. ഇപ്പുറത്ത് നമ്മളിത് ചിക്കനാണ് റെഡിയാക്കുന്നത്, പെപ്പർ ചിക്കനാണ്. നമ്മളന്ന് റെസിപ്പി ഇട്ടിട്ടുണ്ട്, ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിൽ കുറച്ചും കൂടെ ഗ്രേവി ആയിട്ട് നമ്മൾ ചെയ്യണേ. അപ്പോൾ ഇതിന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നു തോന്നുന്നത്, എല്ലാ പണിയും കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച സംഭവങ്ങളൊക്കെ നേരത്തെ ഉള്ള കാരണം നമുക്ക് ഈസിയാണ്. അപ്പം ഇപ്പോൾ ഇതേ പണികളെല്ലാം കുറച്ചും കൂടെ സ്പീഡിൽ നടക്കും. ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിഷ് കറിക്ക് വേണ്ടിയിട്ട്. ബാക്കി ഒരു ഐറ്റംസ് റെഡിയാണ്, കപ്പ മാത്രമാണ് റെഡി ആവുള്ളൂ. ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, കറിവേപ്പില വെളിച്ചെണ്ണയിൽ വഴറ്റാണ്. നമ്മൾ സവാള ഇടും, ചിക്കൻ ഇടും, കുരുമുളകും പെരിഞ്ചീരകമൊക്കെ നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നമ്മളിടും. ഇതായിക്കോളും. ബീഫ് ഇവിടെ വേവാനെല്ലാം പരട്ടിയിട്ട് വെച്ചേക്കണം. ബീഫിൻ്റെ വീഡിയോ എന്തായാലും കാണുന്നുണ്ടോ, നല്ല റെസിപ്പി ആയിരിക്കും, ട്രൈ ചെയ്ത് നോക്കാൻ. പിന്നെ ഇതാ കപ്പ റെഡി ആക്കണമെങ്കിൽ കപ്പ ക്ലീൻ ചെയ്യാനുണ്ട്, അപ്പോൾ അതിൻ്റെ പണിയുണ്ട്. പിന്നെ വെജിറ്റേറിയൻ ആയിട്ട് നമ്മൾ പയർ തോരനാണ് ഉണ്ടാക്കണം. പയർ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചിങ്ങ എന്ന് പറയുന്നത് നമ്മൾ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. മോരുകറി ഉണ്ടാക്കണം, അത് ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഹറി ബറി ഗഡ്ബഡാണ്, പറ്റണ പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. റെസിപ്പീസ് എല്ലാം ഷോർട്സിൽ വരും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്നും ആയിട്ട് ഇനി കാണാം. നമ്മുടെ അടിപൊളി ബീഫ് ഇവിടെ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ റെസിപ്പി വീഡിയോ ഇടുന്നുണ്ട്, എന്തായാലും ഷോർട്സിൽ നോക്കണം. ഇപ്പോഴത്തെ നമ്മുടെ മുളകിട്ട മീൻകറി ഇരിക്കണ ഇരിപ്പ് കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അപ്പം സക്സസ്ഫുള്ളി പൊന്തി വന്നേക്കാണ്. അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പെപ്പർ ചിക്കൻ ഇത് ഇത്തിരി തിക്കായിരുന്നു, പക്ഷെ നാളെ നമ്മളിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും, അപ്പോൾ സെറ്റാവും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി വെജിറ്റേറിയൻ അല്ല നമ്മൾ നാളെ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് വീട് ക്ലീൻ ആക്കുക, പിന്നെ വെജ് ഡിഷസ് ഒക്കെ റെഡി ആക്കുക നാളെ രാവിലെ, പിന്നെ നമ്മുടെ ഗസ്റ്റൊക്കെ വരും. അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ എന്തായാലും നമുക്കിനി നാളത്തെ വീഡിയോയിൽ കാണാം. സോ നമ്മുടെ ഉണ്ടാക്കണ പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മെനു ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ നിന്ന് തുടങ്ങാം. നമുക്കിത് ഇവിടെ ചോറുണ്ട്, നല്ല അടിപൊളി ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ ഇത് ഞാൻ പാത്രം എടുത്ത് വെച്ചെന്താണ് കേട്ടോ. ഇതിൻ്റെ താഴെ നല്ല അടിപൊളി മുളകിട്ട മീൻകറി ഉണ്ട്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഷോർട്സിലുണ്ട്, ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അയലയാണ് കേട്ടോ, അയലയുടെ നല്ല അടിപൊളി കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അപ്പം ചുടണം. അപ്പം ഞാനിത് കാണിച്ചു. ഇത് വെജിറ്റേറിയൻ പയർ ഉപ്പേരി നമ്മൾ ഉണ്ടാക്കിയത്, പയർ ഉപ്പേരിന്നോ പയർ തോരന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം, അച്ചിങ്ങ. പിന്നെ ഇപ്പറത്ത് നമ്മുടെ കിഡിലൻ, ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്, ബീഫ് ഫ്രൈന്നോ റോസ്റ്റെന്നോ എങ്ങനെയാണെങ്കിലും വിളിക്കും. കിഡിലൻ ടേസ്റ്റാണ്. ഇത് എന്തായാലും ട്രൈ ചെയ്യണം. ഇതിൻ്റെ റെസിപ്പി നമ്മൾ എടുത്തിട്ടുണ്ട്, എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാം റെഡിയാക്കി വെച്ചേക്കണം, അതാണ് തിരിച്ച് കവർ ചെയ്യണം. പിന്നെ നമ്മുടെ അടുത്ത ഐറ്റം പാൽക്കപ്പ. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല, പക്ഷെ എന്തായാലും ഞാൻ നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസിപ്പി നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. മണം കഴിച്ചിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കസ്റ്റമറോട് ചോദിക്കാം ഇനി. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ചിക്കൻ പെപ്പർ ചിക്കനാണ്, പക്ഷെ അതിന് ഞാൻ കുറച്ചും കൂടെ ഗ്രേവി ആക്കിയിട്ടുണ്ട്. കോക്കനട്ട് മിൽക്കും കാഷ്യൂ ഒക്കെ അരച്ചിട്ട് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ പെയർ ചെയ്യാനുള്ളതാണ്. അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ അപ്പത്തിൻ്റെ മാവെല്ലാം സെറ്റായി ഇങ്ങനെ റെഡി ടു മേക്ക് ആയിട്ടിരിക്കുകയാണ്. അതിന് ചൂടോടെ അവർ വരുമ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കിയാൽ മതി. പിന്നെന്താ വെജിറ്റേറിയൻ ആയിട്ട് ഒരു മോര് കാച്ചിയതും കൂടി ഉണ്ട്, അതും കൂടി ഉണ്ട്. ലാസ്റ്റ് ഞാനെടുത്ത് കാണിച്ചു തരാം ഇങ്ങോട്ട്. മോര് കാച്ചിയതും കൂടി ഉണ്ട് നമുക്കിന്ന്. ഇത്രയാണ് നമ്മുടെ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയത്. ഇനി എനിക്ക് പപ്പടം വറക്കാനുണ്ട്. പിന്നെ അവർ വരുമ്പോൾ അവർ ചിക്കൻ ഫ്രൈയും പിന്നെ ചെമ്മീൻ്റെ ഒരു എന്തൊരു ഐറ്റം കൂടെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് മീൽ. എന്തായാലും വേറെ ഇതൊക്കെ തന്നെ. പിന്നെ ഡെസേർട്സ് ആയിട്ട് നമുക്ക് ചീസ് കേക്ക് ഉണ്ട്, ഓൾറെഡി കുറച്ച് സ്ട്രോബെറി ചീസ് കേക്ക് ഉണ്ട്. പിന്നെ കേക്ക്സ് എന്തെങ്കിലും അവരെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് ലഞ്ച്. അപ്പം ഞങ്ങൾ എല്ലാം സെറ്റാണ്. പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി പള്ളിയിൽ പോയായിരുന്നു, ഒരു കരോള് കേട്ടായിരുന്നു. പാതിര കുർബാനയുടെ കുറച്ച് നേരം ഇരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് ടയർഡായപ്പോൾ നമ്മൾ പോന്നു. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് നാളെ ഇവിടെ മലയാളി അസോസിയേഷൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്.
അപ്പോൾ അതും കൂടെ ആഘോഷിച്ചിട്ടാണ് നമ്മൾ ക്രിസ്മസ് അങ്ങ് തകർക്കുവാണ് ഈ കൊല്ലം. എന്തായാലും അടിപൊളി ക്രിസ്മസ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഒരു ക്രിസ്മസ് വിഷസ് പറയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കൂ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, അതുപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യൂ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഐഡിയും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി നമ്മുടെ ഈ ഷോർട്സ് ഒക്കെ നമുക്ക് അതിൽ റീൽസ് ആയിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. ബൈ ബൈ.